അങ്ങനെ 3 മണിക്കൊക്കെ അലാറം വെച്ച് 3:30 ബ്രസീൽ വിയസ് മൊറോക്കോ മാച്ച് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞു. ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 1-1 ആണ്, ഡ്രോയിലാണ് അവസാനിച്ചത്. 2-0 ഞാൻ പ്രതീക്ഷിച്ചു, എങ്ങനെയെങ്കിലും ബ്രസീൽ ജയിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഫൈനൽ റിസൾട്ട് 1-1 ആയിരുന്നു, ഡ്രോയിൽ അവസാനിച്ചു. അത് കഴിഞ്ഞ് സ്കോട്ട്ലാൻഡ് വിയസ് ഹൈതി മത്സരം ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. ഈ ഒരു മാച്ചിന് വേണ്ടി ബ്രസീൽ വിയസ് മൊറോക്കോ മാച്ചിന് വേണ്ടി കാർലോസ് അൻസെലോട്ടിയും അതുപോലെ തന്നെ മുഹമ്മദ് അയബി എടുത്ത ഫോർമേഷൻ എന്ന് പറയുന്നത് 4-2-3-1 ആയിരുന്നു. ഈ ഒരു ഫോർമേഷന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഫോർമേഷനാണ് ഇത്. കാർലോസ് അൻസെലോട്ടി തീർച്ചയായിട്ടും മിഡ്ഫീൽഡിന്റെ കുറവും അതുപോലെ തന്നെ ഡിഫൻസിന്റെ ഒരു കുറവും കണ്ടിട്ടായിരിക്കും ഈ ഒരു ഫോർമേഷൻ എടുത്തത്. കാരണം ഡിഫൻസ് ഒന്ന് സ്റ്റെബിലിറ്റി കൂട്ടണമെങ്കിലും മിഡ്ഫീൽഡിൽ ബോൾ പൊസിഷൻ ഒന്ന് കൂട്ടി കൺട്രോൾ ചെയ്ത് കളിക്കണമെങ്കിലും ബെസ്റ്റ് ഫോർമേഷൻ തന്നെയാണ് 4-2-3-1 എന്ന് പറയുന്നത്. മാച്ചിൽ 21-ാം മിനിറ്റിൽ ഡയാസ് കൊടുത്ത ആ പാസും അതുപോലെ തന്നെ ഇസ്മായിൽ സൈബാരിന്റെ ആ ഗോൾ ഉണ്ടല്ലോ, കിഡിലൻ കില്ലർ ഗോളുകളായിരുന്നു. അതിനുശേഷം 10 മിനിറ്റുകൾ ശേഷം 32-ാം മിനിറ്റിൽ വിനി അടിച്ച ഒരു ഗോളിനെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. വിനിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വിനി ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചിൽ വരുമ്പം അത് കാണിക്കില്ല എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വിനിന്റെ ഡ്യൂട്ടി വളരെ കറക്റ്റായിട്ട് വിനീഷ്യസ് ജൂനിയർ കളിക്കളത്തിൽ കാണിച്ചിട്ടുണ്ട്. കളി കഴിഞ്ഞപ്പോൾ സോഫാകോർ വിനി കൊടുത്ത റേറ്റിംഗ് എന്ന് പറയുന്നത് 8.0 ആണ്. മാൻ ഓഫ് ദ മാച്ച് അല്ലെങ്കിൽ ആ ഒരു കളിയിൽ ഏറ്റവും റേറ്റിംഗ് കൂടിയ പ്ലെയർ എന്ന് പറയുന്നതും വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. സെക്കൻഡ് ഹാഫിന് മുമ്പ് 44-ാം മിനിറ്റിൽ വിനീഷ്യസിനെ ഹക്കീമി ഫൗൾ ചെയ്യുന്നുണ്ട്, അത് റഫറി ഫൗൾ കൊടുത്തില്ല. അതും ക്രൂഷ്യലായിട്ട് ബ്രസീലിന് കിട്ടേണ്ട ഒരു ഫൗൾ തന്നെ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് തീർച്ചയായിട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബ്രസീൽ ഫസ്റ്റ് ഹാഫ് തീർത്തത്. 2 യെല്ലോ കാർഡ് റിസീവ് ചെയ്തു, കസമേറക്ക് കിട്ടി, എബെനസിന് കിട്ടി. 2 യെല്ലോ കാർഡ് റിസീവ് ഒക്കെ ചെയ്തിട്ട് വളരെ സ്ട്രഗിൾ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞത്. സെക്കൻഡ് ഹാഫിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത് ബ്രസീലാണ്. എങ്കിലും 97-ാം മിനിറ്റിൽ ആ ഒരു അലിസന്റെ ഡബിൾ സേവ്, ആദ്യൊരു സേവ് വന്നു, അതിനുശേഷം റിട്ടേൺ ബോളിലൂടെ ഉണ്ടായ പിന്നൊരു സേവും കൂടി. ആ ഒരു സേവ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സേവ് തന്നെയാണ് മാച്ചിൽ. അങ്ങനെ കളി ഡ്രോയിലാണ് അവസാനിച്ചത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇപ്പം കുഞ്ഞനും അതുപോലെ തന്നെ ഡാനിലോ അതുപോലെ തന്നെ ഫാബിയനോ ഒക്കെ സബ് ഇറക്കുമെങ്കിലും ഞാൻ ഈ ഒരു ക്രൂഷ്യൽ മാച്ചിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത 2 പേരെയും കൂടി കാർലോസ് അൻസെലോട്ടി സബ്ബായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ഡാനിലോ സാന്റോസിനെയും അതുപോലെ തന്നെ ലൂയിസ് എൻട്രിക്കിനും. അതിൽ ലൂയിസ് എൻട്രിക്കാണ് കിഡിലായിട്ട് കളിച്ചത്. തീർച്ചയായിട്ടും അടുത്ത മാച്ചിലും ലൂയിസ് എൻട്രിക്ക് ഉണ്ടാവണം. നല്ല രീതിയിൽ ബോൾ കൺട്രോൾ ചെയ്ത് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ചാൻസുകൾ ഉണ്ടാക്കുന്ന പാസുകളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അക്യൂറേറ്റ് ആയിട്ടുള്ള പാസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ലൂയിസ് എൻട്രിക്ക് കളിച്ചിട്ടുണ്ട്. സോ കാർലോസ് അൻസെലോട്ടി സബ് ഇറക്കിയതിൽ ലൂയിസ് എൻട്രിക്കാണ് കിഡിലായിട്ട് കളിച്ചതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. റാഫിനിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് റാഫിന കളിക്കളത്തിൽ കളിച്ചു, പക്ഷെ അത് വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും കളിയിൽ ഉണ്ടാക്കിയിട്ടില്ല. റാഫിനിന്റെ ഒരു പ്രസ്സിംഗ് നമ്മൾ കണ്ടതാണ്, അത് ബോൾ കിട്ടിയെങ്കിൽ അത് ഗോൾ ആകുമായിരുന്നു. റാഫിനിന്റെ ഒരു ബാഡ് എന്ന് പറയുന്നത്, ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അക്യൂറേറ്റ് ആയിട്ടുള്ള പാസുകളൊന്നും റാഫിനി ചെയ്തില്ല. ഭയങ്കര ബാഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കസ്റ്റമറോ ഞാൻ എക്സ്പെക്ട് ചെയ്ത കളിയൊന്നും കളിച്ചില്ല. നോട്ട് ഗുഡ് പെർഫോമൻസ് ആയിരുന്നു കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. എക്സ്പെക്ട് ചെയ്ത കളിയൊന്നും കണ്ടില്ല. ഇനി ബ്രസീൽ ഈ ഒരു മാച്ചിൽ നിന്ന് അടുത്ത മാച്ചിലേക്ക് പോകുമ്പോൾ ബ്രസീലിനുണ്ടായ വീക്ക് പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു മാച്ചിൽ ബ്രസീൽ 2 യെല്ലോ കാർഡുകൾ റിസീവ് ചെയ്തിട്ടുണ്ട്, അത് വലിയൊരു വീക്ക് പോയിന്റ് ആണ്. അതുപോലെ തന്നെ കസ്റ്റമർക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്, അത് ബ്രസീലിന് ഒരു തിരിച്ചടിയാണ്. അതുപോലെ തന്നെ കാർലോസ് അൻസെലോട്ടിക്ക് 2 ഫ്രണ്ട്ലി മാച്ചും ഈ ഒരു വേൾഡ് കപ്പിലെ ക്രൂഷ്യൽ മൊറോക്കോക്കെതിരെയുള്ള മാച്ച് കഴിഞ്ഞിട്ടും നല്ലൊരു സ്ട്രൈക്കറിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കുഞ്ഞിനെ ഇറക്കണോ, ഇഗോർ തിയാഗനെ ഇറക്കണോ, ഇനി ഇറക്കാനുള്ളത് എൻട്രിക്കിനെയാണ്. ടൈം എൻട്രിക്കൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടില്ല, അത് കൊടുത്ത് നോക്കണം. സോ ഇപ്പോഴും ഒരു സ്ട്രൈക്കറിനെ കണ്ടെത്താൻ കാർലോസ് അൻസെലോട്ടിക്ക് പറ്റിയിട്ടില്ല. ഈ 3 കാര്യങ്ങളാണ് നെക്സ്റ്റ് മാച്ചിലേക്ക് പോകുമ്പോൾ ബ്രസീൽ ഒരു വീക്ക് പോയിന്റുകളായിട്ട് ഞാൻ കാണുന്നത്. ഇനി നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് നോക്കുകയാണെങ്കിൽ, ഗ്രൂപ്പ് സ്റ്റേജിൽ മൊറോക്കോക്ക് 1 പോയിന്റ്, ബ്രസീലിന് 1 പോയിന്റ്, സ്കോട്ട്ലാൻഡ് വിയസ് ഹൈത്തി ഹാഫ് ടൈം കണ്ടു, സ്കോട്ട്ലാൻഡ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, 3 പോയിന്റ് സ്കോട്ട്ലാൻഡിന്. ഇനി ബ്രസീലിനെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യൽ മാച്ച് എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡ് വിയസ് ബ്രസീൽ മാച്ചാണ്. ഇൻ കേസ് ബ്രസീൽ ഈ ഒരു പോക്കുണ്ട്, മൊറോക്കോക്കെതിരെയുള്ള മാച്ച് സമനിലയാണ് അവസാനിച്ചത്. ഇൻ കേസ് ബ്രസീൽ 2ാം സ്ഥാനത്ത് അവസാനിക്കുകയാണെങ്കിൽ നോക്കൌട്ട് സ്റ്റേജിലെ ഫസ്റ്റ് മത്സരം തന്നെ ബ്രസീലിന് ക്രിറ്റിക്കൽ ആയിരിക്കും. വിയസ് നെതർലാൻഡുമായിട്ടായിരിക്കും ബ്രസീൽ ഏറ്റുമുട്ടുക. അതല്ല ബ്രസീൽ 3ാം സ്ഥാനത്താണ് അവസാനിക്കുന്നതെങ്കിൽ ചിലപ്പോൾ സൗത്ത് കൊറിയ അല്ലെങ്കിൽ മെക്സിക്കോ, അതല്ലെങ്കിൽ ജർമ്മനി, ഫ്രാൻസ്. ചുരുക്കി പറഞ്ഞാൽ 1ാം സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ ബ്രസീൽ നോക്കൌട്ട് സ്റ്റേജിലെ ഫസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ മാച്ച് ആയിരിക്കും. ആദ്യം തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മാച്ചിലേക്ക് പോകുന്നത് ഒരു ടീമിനെ സംബന്ധിച്ചും ബെസ്റ്റ് അല്ല, പതുക്കെ പോകുന്നതാണ് ബെസ്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ ബ്രസീൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടത് ഭയങ്കര മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന 2 മത്സരം, അത് ഹൈറ്റുമായിട്ടുള്ള മത്സരം ആയിക്കോട്ടെ സ്കോട്ട്ലാൻഡുമായിട്ടുള്ള മത്സരം ആയിക്കോട്ടെ, നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ട്
വിജയിക്കേണ്ടി വരും. കാരണം മൊറോക്കോ vs ബ്രസീൽ മത്സരം സമനിലയായി. മൊറോക്കോ ഇനി 2 മത്സരങ്ങൾ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രസീലിനെ പോലെ തന്നെ ബ്രസീലിന് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ബ്രസീലിനെക്കാളും നല്ല രീതിയിൽ മൊറോക്കോ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മൊറോക്കോ ഫസ്റ്റിലെത്തും. അപ്പോൾ ബ്രസീൽ ജയിക്കുക മാത്രമല്ല, അത്യാവശ്യം സ്കോർ ചെയ്ത് തന്നെ ജയിക്കണം. അങ്ങനെയാണെങ്കിൽ ബ്രസീലിന് ഫസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കൌട്ട് സ്റ്റേജിലെ ഫസ്റ്റ് മത്സരം അത്ര ക്രിട്ടിക്കൽ ആയിരിക്കില്ല. സോ അതുകൊണ്ട് ബ്രസീലിന് അടുത്ത 2 മത്സരങ്ങൾ ജയിക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മാച്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.